നമസ്കാരം. 4 ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിക്കൊണ്ട് മാത്രമാണ് ബി.ജെ.പി. എന്നും അധികാരത്തിലേറിയിട്ടുള്ളത്. ഇത്തവണയും അതേ അട്ടിമറി നടത്താനുള്ള എല്ലാ തന്ത്രങ്ങളും ബി.ജെ.പി. മെനയുന്നുമുണ്ട്. പക്ഷെ ചിലതൊക്കെ കയ്യോടെ പൊക്കി പൊളിച്ചു കൊടുക്കുന്നുമുണ്ട് എതിർ സ്ഥാനാർത്ഥികൾ. അത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയുടെ ഒട്ടനവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. നേരത്തെ ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ ഇവിഎമ്മുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ 45 മിനിറ്റോളം ശൂന്യമായി എന്ന ആരോപണവുമായി NCP രംഗത്ത് വന്നിരുന്നു. ഏറെ ശ്രദ്ധ നേടിയ ബാരാമതി സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മെയ് 7-ന് മൂന്നാം ഘട്ട വോട്ടെടുപ്പിലാണ് നടന്നത്. അതിനുശേഷം മണ്ഡലത്തിലെ എല്ലാ ഇവിഎമ്മുകളും ജൂൺ 4 വരെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ പിന്നീടായിരുന്നു CCTVയുടെ തകരാറ് NCP പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ സമാനമായ ഒരു ആരോപണമാണ് വീണ്ടും NCP വിഭാഗം ആരോപിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. അഹമ്മദ് നഗറിലെ NCP ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി നിലേഷ് ലങ്കയാണ് പുതുതായി ആരോപണവുമായി രംഗത്തെത്തിയത്. അഹമ്മദ് നഗറിലെ ഇവിഎം സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് സമീപം അജ്ഞാതൻ എത്തിയെന്നും ഇയാൾ CCTV ക്യാമറകൾ ഓഫാക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ആരോപണം. ത്രിതല സുരക്ഷാ സംവിധാനം ഉണ്ടായിട്ടും വീഴ്ച സംഭവിച്ചുവെന്നും പാർട്ടി പ്രവർത്തകരാണ് ഇയാളെ തടഞ്ഞതെന്നും നിലേഷ് ലാങ്കെ പറഞ്ഞു. സ്ട്രോങ് റൂമിലെ ദൃശ്യങ്ങളും ലാങ്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ബാരാമതിയിൽ ഇവിഎം സൂക്ഷിച്ച സ്ട്രോങ് റൂമിലെ CCTVകൾ 45 മിനിറ്റോളം ക്യാമറകൾ ഓഫ് ചെയ്തതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അധികൃതർ മറുപടി നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെതിരെ നടപടിയെടുക്കാത്തതും മൗനം പാലിക്കുന്നതുമൊക്കെ സംശയത്തിന് ഇടയാക്കുന്നുമുണ്ട്. സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിന് കരുത്തു പകരാൻ ബി.ജെ.പിക്കെതിരെ NCP ശരത് പവാർ പക്ഷമാണ് മത്സരിക്കുന്നത്. വലിയ രീതിയിലുള്ള പിന്തുണ NCPക്ക് അവിടെയുണ്ട്. അത് ബി.ജെ.പിയെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് NCPയെ അട്ടിമറിക്കാൻ ബി.ജെ.പി ഇത്തരം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും.